ലീല എന്തോ ലീലയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? മരിച്ചില്ല ഡോക്ടർ. നിങ്ങൾ പഠിച്ച മനുഷ്യനല്ലേ. അവൾക്ക് പ്രഗ്നൻസി വേണ്ടെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അബോർഷൻ ചെയ്യായിരുന്നല്ലോ. കൈ കിട്ടിയ നാട്ടുമരുന്നൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഭവിഷ്യത്ത് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഡോക്ടർ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു കുഞ്ഞിക്കാല് കാണുവാൻ വേണ്ടി ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഡോക്ടർക്ക് അറിയില്ല. എന്നെ അറിയിക്കാതെ ലീല എന്തെങ്കിലും നാട്ടുമരുന്ന് കഴിച്ചായിരിക്കും. പ്ലീസ് ഡോക്ടർ, പ്ലീസ് ലീലയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഡോക്ടർ, പ്ലീസ്. വിഷമിക്കണ്ട, ലീലയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഈ സിറ്റുവേഷനിൽ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും ഡോക്ടർ. അല്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവും. കുട്ടികളുണ്ടായില്ലേലും എനിക്ക് അവളെ ജീവനോടെ കിട്ടിയാൽ മാത്രം മതി ഡോക്ടർ. ഡോണ്ട് വറി, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ലീല, സ്റ്റിച്ചസ് എടുത്താ നിനക്ക് വീട്ടിൽ പോവാം. എപ്പോഴാ എടുക്കുക? 2 ദിവസത്തിനുള്ളിൽ എടുക്കാം. സതീഷ് വന്നില്ലേ? വന്നിട്ടുണ്ട്. ഇപ്പോഴാ ഇവിടുന്ന് പോയത്. വൈകിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ലീലെ, ഒരു ഡോക്ടർ എന്നതിലുപരി ഒരു അമ്മയായിട്ട് നിന്നോട് ചോദിക്കുക, സതീഷിനോട് നിനക്ക് ഇഷ്ടമില്ലേ? ആന്റി, എന്താ അങ്ങനെ ചോദിച്ചത്? പിന്നെന്തിനാ സതീഷിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ലീല നടന്നത്? അമ്മയാകാൻ നിനക്ക് ഇഷ്ടമില്ലേ? പ്രസവിക്കാൻ നിനക്ക് ഭയമുണ്ടോ? ഞാൻ വിചാരിക്കുന്നു നിനക്കെന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന്. ആരംഭത്തിൽ തന്നെ നീ അതിന് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ പിന്നീട് വളരെ പ്രശ്നമാവും. അത് എനിക്ക് പ്രസവെന്ന് വെച്ച പേടി ആന്റി. അതിനെന്താണ് കാരണമെന്ന് എനിക്കറിയണം. എനിക്ക് നാട്ടിലൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ അവളുടെ വിവാഹം കഴിഞ്ഞു. അവള് പ്രസവത്തിനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നപ്പോ ഞാൻ കാണാനായി പോയിരുന്നു. ഞാൻ കാണാൻ ചെന്ന സമയത്ത് അവൾക്ക് പ്രസവ വേദന തുടങ്ങിയത്. ഞാൻ ഡോക്ടറെ വിളിച്ചോണ്ട് വരുമ്പോഴത്തേക്കും ഈ വിവരം നീ അന്ന് ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരു നല്ല സൈക്യാട്രിസ്റ്റിനെ കണ്ട് ഈ അസുഖത്തിന് ട്രീറ്റ്മെന്റ് എടുക്കാമായിരുന്നു. ഇപ്പൊ അത് ചെയ്തൂടെ ആന്റി? ഇനി എടുത്തിട്ടും പ്രയോജനമില്ല. ലീല ഇനി ഇത് ആരോടെങ്കിലും പറഞ്ഞിട്ടും ഇല്ലെങ്കിലും ഒരു പ്രയോജനമില്ല. പക്ഷേ അപകടം സംഭവിച്ചില്ലേ? എന്താ ആന്റി? ഇനി നീ പ്രസവത്തെ കണ്ട് പേടിക്കണ്ട ആന്റി. അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സെപ്റ്റിക് ആയതുകൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്തു. ആന്റി, ഞാൻ എന്ത് പാപമാ ചെയ്തത് ആന്റി? ഐ എം സോറി. മനസ്സ് ധൈര്യപ്പെടുത്തിക്കോ മോളെ. നമ്മുടെ കയ്യിലൊന്നുമില്ല. സതീഷിന് ഇതറിയാമോ ആന്റി? സതീഷിന്റെ പെർമിഷൻ വാങ്ങാതെ ഈ ഓപ്പറേഷൻ എനിക്ക് ചെയ്യാൻ പറ്റുമോ?
തെറ്റ് ചെയ്തു പോയി. എടുത്തു ചാടി ഒരു തീരുമാനം എടുത്ത് നിങ്ങൾക്കൊരു അവകാശം ഇല്ലാതാക്കി. ഇപ്പൊ ആലോചിച്ചിട്ടെന്താ കാര്യം? ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിട്ട് ഇനി അതേപ്പറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അനുഭവിക്കുക തന്നെ. ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കേക്ക്. നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുത്താൽ എന്താ? സ്വന്തം രക്തത്തിലുള്ള കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് വല്ലവന്റെയും കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താനായിട്ട് ഞാനെന്താ വിഡ്ഢിയാണോ? എന്റെ സ്വത്ത് അനുഭവിക്കാനായിട്ട്, എന്റെ വംശം നിലനിർത്തുവാനായിട്ട് എന്റെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞിനെയാണ് എനിക്ക് വേണ്ടത്. നടന്നതെല്ലാം മനസ്സിലാക്കിയിട്ടും ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നടന്നതിനെല്ലാം ഞാനാണോ കാരണം? നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം നീ അനുഭവിച്ചേ പറ്റൂ. എന്നോട് ക്ഷമിക്കണം. എനിക്ക് മാപ്പ് തരണം. ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഈ പെണ്ണുങ്ങളുടെ മൊത്തത്തിലുള്ള സ്വഭാവം എല്ലാം ഇങ്ങനെ തന്നെയാ. അതൊന്നും പറഞ്ഞിട്ട് ഇനി ഒരു കാര്യമില്ല. എനിക്കിനി അച്ഛനാവാൻ ഒരു യോഗമില്ല. ഈ പഴുത സ്ഥിതിയിൽ ഡൈവോഴ്സ് ചെയ്യാനും പറ്റത്തില്ല. വേറൊരു മാർഗമുണ്ട്. നിന്റെ ഭാര്യയുടെ സമ്മതത്തോടെ നീ വേറൊരു പെണ്ണ് കെട്ട്. നിനക്ക് സന്തോഷമാവും. ചേച്ചേ, അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ആലോചിക്കാം. അങ്ങനെ നീട്ടി വെക്കേണ്ട കാര്യമൊന്നല്ല ഇത്. പെട്ടെന്ന് തന്നെ നടത്തിയാൽ നല്ലത്. നിന്റെ അച്ഛനും അമ്മയ്ക്കും നീ ഒരൊറ്റ മോനാണ്. നിനക്കൊരു സന്തതി വേണ്ടേ? ഈ കാണുന്ന സ്വത്തൊക്കെ പിന്നെ എന്താ ചെയ്യാ? നീ പറഞ്ഞതെല്ലാം അവള് കേട്ട് കാണുന്നാ തോന്നണേ. എടോ, കേട്ടത് ഏതായാലും നന്നായി. നിനക്കിനി പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇത് നമുക്ക് വീണ് കിട്ടിയ ഒരു അവസരമല്ലേ? മറ്റൊരു വിവാഹം കഴിക്കാൻ പോവാന്ന് സതീഷ് നിന്നോട് സ്വയം പറഞ്ഞോ? എന്റെ അടുത്ത് പറഞ്ഞില്ല. ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. തന്റെ രക്തത്തിൽ ജനിക്കുന്ന കുഞ്ഞു തന്നെ വേണമെന്നാ അദ്ദേഹത്തിന്റെ അഭിപ്രായം. കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി മറ്റൊരു വഴി കൂടിയുണ്ട്. പക്ഷേ നമ്മുടെ ഹിന്ദു സമുദായ പ്രകാരം അതാരും അംഗീകരിക്കില്ല. അതെന്തുകൊണ്ടാ ആന്റി? ഗിഫ്റ്റ് പ്രഗ്നൻസി എന്ന പേര്. അതെന്താന്നാ പുരുഷന്റെ ബീജമെടുത്ത് മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിപ്പിക്കുന്നത്. പുരുഷനോ സ്ത്രീയോ ശാരീരിക ബന്ധമില്ലാതെ പ്രസവം സുലഭമായിട്ട് നടക്കും. നിനക്കോ സതീഷിനോ പ്രശ്നമൊന്നുമില്ലാത്ത വഴിയാണിത്. അതിന് ആ പെൺകുട്ടി സമ്മതിക്കണ്ടേ? ഡോക്ടർ, ഒരു പേഷ്യന്റ് വെയിറ്റ് ചെയ്യുന്നു. വരാൻ പറയൂ. ഇരിക്കൂ. താങ്ക് യു ഡോക്ടർ. എന്താ പ്രോബ്ലം? എന്തായാലും ധൈര്യമായിട്ട് പറഞ്ഞോളൂ. പറഞ്ഞോളൂ. അബോർഷൻ ചെയ്യണം. അതിന്റെ കാരണം? കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ? ഞാൻ കസിൻ ബ്രദറാ. ഓഹോ, നിങ്ങൾ കുറച്ചു നേരം പുറത്തിരിക്കൂ. ഓക്കെ ഡോക്ടർ. വരൂ. വാ, കിടക്കൂ. നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വീട് വിട്ട് വന്നതാണ് ഞാൻ. ചാൻസ് കിട്ടാതെ ജീവിക്കാൻ വേറെ വഴിയില്ലാതെ ഇങ്ങനെ തെറ്റായ വഴിയിലേക്ക് പോകേണ്ടി വന്നു. എന്റെ കൂടെ വന്ന ആളെ ഏജന്റാണ്. ഇതിനു മുമ്പ് അബോർഷൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അബോർഷൻ ചെയ്തു കഴിഞ്ഞ് വീണ്ടും അതുപോലെ തന്നെ തുടരാനല്ലേ നിന്റെ ഐഡിയ? അതല്ലാതെ എനിക്ക് വേറെ വഴി അറിയില്ല ഡോക്ടർ. എന്റെ അനിയത്തിമാർ, അമ്മ, അച്ഛൻ എല്ലാവരും ഞാനാ നോക്കേണ്ടത്. ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് എന്റെ കുടുംബം മുന്നോട്ട് പോകുന്നത്. ഹലോ, എന്താ? ഈ കുട്ടിയെ 1 വർഷം എനിക്ക് തരാൻ പറ്റുമോ? എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. നിന്റെ കമ്പനി എവിടെയാ? വിജയവാഡയോ ബാംഗ്ലൂരോ? നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല ഞാൻ വിളിച്ചത്. എനിക്ക് ഇവരുടെ സഹായം വേണം. താമസിക്കാൻ സ്ഥലം, കഴിക്കാൻ ഭക്ഷണം എല്ലാം ഞാൻ തരാം. 2 ലക്ഷം രൂപ ചോദിക്കേ. അത്ര പൈസ തരുമോ? അല്ലെങ്കിൽ വേണ്ട.
എന്താ വരാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെ തന്നെയാ, പക്ഷെ 2 ലക്ഷം രൂപ തരണം. അത് വളരെ കൂടുതലാണല്ലോ. അല്ലെങ്കിൽ എത്ര തരുമെന്ന് നിങ്ങൾ തന്നെ പറയൂ. 1 ലക്ഷം രൂപ തരാം. ആദ്യം അഡ്വാൻസ് ആയിട്ട് 50,000 രൂപ തരാം. എങ്കിൽ സമ്മതിക്കാം. എന്താണ് ജോലി എന്ന് പറഞ്ഞില്ല? പറയാം. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി. പക്ഷെ കുഞ്ഞുങ്ങളില്ല. എന്തോ പ്രശ്നമുണ്ട്. ഗീത എനിക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു തരണം. നിങ്ങൾ പറഞ്ഞ 1 ലക്ഷം രൂപ വളരെ കുറവാണ്. ഞാൻ സമ്മതിക്കാം, പക്ഷേ എൻ്റെ കമ്മീഷൻ തരണം. എത്ര കിട്ടിയാലും ഇതിന് ഞാൻ സമ്മതിക്കില്ല. നിനക്ക് ബുദ്ധിയുണ്ടോ? നീ ആദ്യം കാര്യം മനസ്സിലാക്ക്. 5 വർഷം കഷ്ടപ്പെട്ടാലും നമുക്ക് ഈ തുക ഉണ്ടാക്കാൻ പറ്റില്ല. നിന്റെ വീട്ടിലെ കാര്യം ആദ്യം ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് 25,000 രൂപ അധികം തരാം. അതിൽ കൂടുതൽ ചോദിക്കരുത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, 1 വർഷത്തേക്ക് നിങ്ങൾ ഇവളെ കാണാൻ വരരുത്. ശരി, പക്ഷെ നിങ്ങൾ എന്നെ കാണാൻ വരണം. എന്തിനു വേണ്ടി? ഇവളെ പറ്റി അറിയാൻ വേണ്ടി. കാര്യമെല്ലാം പറഞ്ഞുതരും, പക്ഷേ നിങ്ങൾ ഇവരെ കാണാൻ വരരുത്. നാളെ ഇതേ സമയത്ത് നമുക്ക് ഇവിടെ വെച്ച് കാണാം. എന്താ? ഓക്കെ. ഓക്കെ, ബൈ. ബൈ. വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഇപ്പോഴാ വന്നേ. എവിടെ പോയിരുന്നു? നിങ്ങളുടെ ആഗ്രഹം നിറവേറാനായി ഒരു നല്ല മാർഗം കണ്ടിട്ടുണ്ട്. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഡോക്ടർ ശോഭ ആന്റിയെ കണ്ടിട്ട് വരിക. നിങ്ങളുടെ രക്തത്തിൽ തന്നെ ഒരു കുഞ്ഞ് ജനിക്കാനായി അവരെ ഏർപ്പാട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ഏർപ്പാടാ ചെയ്യാൻ പോകുന്നത്? അതിന് ഗിഫ്റ്റ് എന്ന് പറയും. നിങ്ങളുടെ കുട്ടിയെ മറ്റൊരു സ്ത്രീ പ്രസവിക്കുമെന്നാണ് പറഞ്ഞത്. സ്വന്തം കയ്യിലുള്ളതിനെല്ലാം നശിപ്പിച്ചിട്ട് വല്ലവന്റെ കയ്യിരിക്കണ എന്നെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല മോളെ. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി കഴിഞ്ഞതിനെ പറ്റി പറഞ്ഞോണ്ടിരുന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? സ്ത്രീ പുരുഷ ബന്ധമില്ലാതെ ഗർഭം എങ്ങനെ ഉണ്ടാവും? എല്ലാം നല്ല രീതിയിൽ നടക്കും. ആന്റി തീർച്ചയായും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന് പറഞ്ഞു. അതിനുള്ള ഏർപ്പാടുകളും ചെയ്യാന്ന് പറഞ്ഞു. നാളെ നഴ്സിംഗ് ഹോമിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഈ ധൃതിയാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. നിന്നെ പോലെ തന്നെ എനിക്കും കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിനൊക്കെ പുറപ്പെടുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നില്ലേ? ഇനി മുതൽ നിങ്ങൾ അറിയാതെ ഞാൻ ഒന്നും ചെയ്യില്ല. എന്താ? ആ, നാളെ നഴ്സിംഗ് ഹോമിലേക്ക് വരുമല്ലോ അല്ലേ? വരാം. ഡേയ്, പുതിയ പാർട്ടിയാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് മുട്ടി നോക്കിയാലോ? നടക്ക്. മാഡം, ഗേറ്റ് അടച്ചിട്ടുണ്ട്. ഹലോ, ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. പുതിയ ആൾക്കാരാ? അതെ. തന്നോടല്ലോ ചോദിച്ചേ, അകത്തിരിക്കുന്ന പീസുകളോടാ. നിങ്ങളൊക്കെ ആരാ? മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഞങ്ങളൊക്കെയാ ഈ ഏരിയയിലെ മെയിൻ ആൾക്കാർ. ഇവിടെ ഞങ്ങളെ എതിർക്കാൻ ഒരുത്തനും ഇല്ല. ഞങ്ങളുടെ ലീഡർ വേറൊരുത്തുണ്ട്, അവൻ വന്നില്ല. നിങ്ങളുടെ ഭർത്താവ് ഫോറിനിലാണോ? ഇതൊക്കെ നിങ്ങൾ എന്തിനാ ചോദിക്കുന്ന? ഈ വീട്ടിൽ പ്രേതമുള്ളതാ. അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഈ വീട്ടിലേക്ക് ഞങ്ങൾ വന്നത്. നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ 4 പേരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ സഹായമൊന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ. ആരും ചോദിക്കാതെ സഹായം ചെയ്യുന്നതാ ഞങ്ങളുടെ ശീലം. പൂട്ടോടക്കട്ടെ? ആവശ്യമില്ല. അത് ശരി. അപ്പൊ ഗേറ്റ് തുറക്കാതെ നിങ്ങളെങ്ങനെ അകത്ത് പോവാ? ആരടാ കാറ് തടയുന്ന? തോന്നിവാസം കാണിച്ച കൊന്നു കളയും ഞാൻ. ഇത്രയും നേരം നിങ്ങൾ എവിടെയാ പോയിരുന്നത്? ചായ കുടിക്കാൻ വേണ്ടി പോയതാ മാഡം. കാറിന്റെ ഒച്ച കേട്ടപ്പോ ഓടിങ്ങി പോന്നു മാഡം. സത്യമാ. സംസാരിച്ചൊക്കെ മതി, ആദ്യം ഗേറ്റ് തുറക്ക്. ഞാൻ ഇപ്പൊ തുറക്കാം. പണ്ടാരം തുറക്കുന്നുമില്ല. എന്തൊരു കഷ്ടം. എടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാളെ മുതൽ ഈ ഏരിയയിലെങ്ങാനും കണ്ട കാലി ഞാൻ തല്ലി ഓടിക്കും. പോടാ 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 തെണ്ടികളെ. വാ. സോറി. ഒരു വർഷത്തേക്ക് പുറത്ത് എവിടെയും പോകാതിരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിലുണ്ട്. കഴിക്കാനുള്ള ഭക്ഷണവും ഞാൻ തന്നെ കൊണ്ടുവന്ന് തരാം. അതൊക്കെ ശരിയാ. നിങ്ങളെ ഭർത്താവ് എന്താ ഇനിയും എന്നെ കാണാൻ വരാത്തത്? അദ്ദേഹത്തിന് നിനക്കും എന്താ ബന്ധം? അദ്ദേഹത്തിന്റെ കുട്ടീനല്ലേ ഞാൻ പ്രസവിക്കേണ്ടത്. ആ കാര്യങ്ങളൊക്കെ ഡോക്ടർ ശോഭ ആന്റി നോക്കിക്കോളും. എങ്കിൽ ടെസ്റ്റിന് ഞാൻ എപ്പോഴാ പോണ്ടത്? ദേ നോക്ക്, ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കോളും. നീ അതിനെക്കുറിച്ച് പേടിക്കണ്ട. ഉസ്മാൻ, ഉസ്മാൻ. ഓ യെസ് മാഡം, ഇതാ വരുന്നു.
ഡോക്ടർ എന്ത് പറഞ്ഞു? ആദ്യം സ്വീറ്റ് കഴിക്കേ, പിന്നെ കാര്യം പറയാം. താങ്ക് യു.